അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് മഴക്കാല സമയത്ത് സെപ്റ്റിക് ടാങ്ക് അതായത് ക്ലോസറ്റുകളും ബാത്റൂമുകളും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ട് ഫ്ലോട്ടുകൾ വില്ലാസുകൾ വന്ന സമയത്ത് നമുക്ക് വെള്ളം താഴോട്ട് സ്റ്റോറേജ് ആവുകയും, അതായത് ഈ ഒരു ഫ്ലോട്ടിൻ്റെ ഈ ഒരു വില്ലേൻ്റെ തൊട്ട് പുറകിലായിട്ട് സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, അത് ചില ഹൈറ്റിലാണ്. അപ്പോൾ അത് താഴോട്ട് സ്റ്റോർ ആവുകയും ഇവർക്ക് സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം അവർക്ക് ഡ്രൈനേജ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് യൂട്യൂബ് കണ്ടിട്ട് പിടിച്ചൊരു വീഡിയോ ആണ്. ഒരുപാട് പ്ലംബേഴ്സുകളൊന്നും നോക്കിയതിന് ശേഷം അവരാരും റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. നമ്മൾ റിസ്ക് എടുത്തു. അതായത് ക്ലയൻറ്റിന് നല്ല വിശ്വാസമായി നമ്മളെ അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കാണുന്ന ഒരു ആ റിങ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് പൈപ്പ് വന്നിരിക്കുന്നത്. ഏകദേശം 60 സെൻറ്റിമീറ്ററോളം പൈപ്പ് താഴ്ന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മറു സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഈ പൈപ്പിനെ ഈ റിങ്ങിനകത്തൂടെ തന്നെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് നമുക്ക് റെഡിമെയ്ഡ് ടാങ്ക് വെക്കേണ്ടത്. റെഡിമെയ്ഡ് ടാങ്ക് ഏകദേശം ഇവിടെ വരുമ്പോൾ 1.25 മീറ്ററോളം ഇവിടെ താഴ്ന്നു വരുന്നുണ്ട്. ഈ ഒരു കാണുന്ന ഒരു 4-5 പൈപ്പ് കാണാൻ സാധിക്കും. ഒരു പൈപ്പ് പൊട്ടിയ ഭാഗമാണ് അവിടെ ആ ലൈൻ വഴിയും ബാത്റൂമുകളുണ്ട്. അപ്പോൾ അതും ഈ പോകുന്ന ഈ ലൈനിൽ തന്നെ വൈകിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 20-25 ഫ്ലഷ് ടാങ്ക് വയ്ക്കുക, 20-25 സെപ്റ്റിക് ടാങ്ക് വയ്ക്കുക. ഫ്ലഷിൻ്റെ സെപ്റ്റിക് ടാങ്ക് വെച്ചതിന് ശേഷം നമുക്കൊരു 2.5 മീറ്റർ നീളത്തിലും 1.5 മീറ്റർ താഴ്ചയിലുമാണ് ഇതിൻ്റെ ലൈൻ എടുക്കേണ്ടത്. അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഒരു മണ്ണാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഈ ലൈൻ, ഇതിൻ്റെ സോക്ക് പിറ്റ് നേരെ ഫ്രണ്ടിലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ ഇത് അകത്തിൽ നിന്ന് പൈപ്പ് എടുത്ത്, അതായത് ആ ഒരു റിങ്ങിനകത്തു നിന്ന് പൈപ്പ് എടുത്ത് വെളിയിലിട്ട് ഈ ഒരു ഭാഗത്തായിട്ടുള്ള ടോയ്ലറ്റിനെയും വൈകിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇത് റെഡിമെയ്ഡ് ടാങ്കിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിടാനുള്ള ഗ്യാപ്പ് പുറകു സൈഡിൽ, അതായത് ബിൽഡിങ്ങിൻ്റെ പുറകു സൈഡിൽ ഗ്യാപ്പില്ല. അപ്പോൾ ഇത് എല്ലാ മണ്ണും നമുക്ക് ഫ്രണ്ടിലാണ് കൊണ്ടുപോയി കളയേണ്ടത്. അതിനുശേഷം വീണ്ടും ഫില്ല് ചെയ്യാൻ സമയത്ത് വീണ്ടും തിരിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അവരെ മാക്സിമം ഒരു ടൈൽസിന് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ടൈൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമേ വരുന്നതായിട്ട്, മറ്റ് ഇതിനൊന്നും കേടുപാടുകൾ കൂടാതെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം സൈഡിലുള്ള പൈപ്പൊക്കെ അതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ടോയ്ലറ്റ് കണക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എൽബോയും 40 ഇട്ട് വൈയും ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് സെപ്റ്റിക് ടാങ്കിലോട്ട് ചെറിയൊരു നീരുറവ അതിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ സെപ്റ്റിക് ടാങ്ക് അതിനകത്തേക്ക് വെള്ളം കയറില്ല, അത് കംപ്ലീറ്റ് സീൽഡാണ്. അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ കണക്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു ലെവൽ എടുത്തതിന് ശേഷം നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുക. സെപ്റ്റിക് ടാങ്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻലെറ്റ് പൈപ്പിൻ്റെ അവിടെ നിന്ന് സെപ്റ്റിക് ടാങ്ക് ഏറ്റവും അടിവശത്തുള്ള പൈപ്പിലേക്ക് ഒരു അകലം എടുക്കുക. ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററോളം വരും. 60 പ്ലസ് ഒരു 10 സെൻറ്റിമീറ്റർ കോൺക്രീറ്റും കൂടി ചേർത്ത് നമുക്ക് കുഴി ഫിനിഷ് ചെയ്ത് നിർത്തുക. സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റ് പ്രൊവിഷൻ കണക്ട് ചെയ്യാനായിട്ടുള്ള പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ചെറിയൊരു സ്ലോപ്പ് ഇടാവും. 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന കണക്കിന് സ്ലോപ്പ് ഇടാവും, അധികമായ സ്ലോപ്പ് ഇടരുത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുക്കുക. മെഷർമെൻറ്റ് അതായത് പൈപ്പിൻ്റെ മേൽമട്ടത്തിൽ കറക്റ്റ് 60 സെൻറ്റിമീറ്റർ ഉണ്ട്. 60 സെൻറ്റിമീറ്റർ പ്ലസ് ഒരു ചുടുകല്ല് കോൺക്രീറ്റ് കനം അതും കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്ത് നിർത്തുക. അപ്പോൾ നമുക്ക് പൈപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അളവിന് വ്യത്യാസം വരും. സെപ്റ്റിക് ടാങ്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ പൈപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അത് പ്രശ്നമാവും. അതിനുശേഷം നമ്മൾക്ക് മസ്റ്റായിട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ ബേസ് കോൺക്രീറ്റ് ചെയ്യുക. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെറിയ സ്ലോപ്പ് കൊടുക്കുക. അതായത് 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന കണക്കിന് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുക. നമ്മൾ ഏത് സെപ്റ്റിക് ടാങ്കിൽ ചെയ്താലും നമുക്കത് മസ്റ്റായിട്ട് അതിൻ്റെ ബേസ് കോൺക്രീറ്റ് ചെയ്യുക. കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ സെപ്റ്റിക് ടാങ്ക് കമ്പനികൾ അതിൻ്റെ വാറൻറ്റി ഉണ്ടെങ്കിൽ വാറൻറ്റിയും തരുള്ളൂ, അല്ലെങ്കിൽ അവർ അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് മസ്റ്റായിട്ട് സെപ്റ്റിക് ടാങ്കിൽ ബേസ് കോൺക്രീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സെപ്റ്റിക് ടാങ്കിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് വാട്ടർ അതിനകത്ത് ഫില്ല് ചെയ്യുക. നമ്മളിതാ ഈ മെഷർമെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതാണ് എൻ്റെ ഇൻലെറ്റ്. ഇത് കറക്റ്റ് വേണമെങ്കിൽ ഒരു 59.5 സെൻറ്റിമീറ്റർ വരും. ഈ ഒരു മെഷർമെൻറ്റ് എടുക്കേണ്ടത്.
അപ്പോൾ നമുക്കിതൊരു ഗുഡ്വിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സെപ്റ്റി ടാങ്കാണ്. ഒരു 20-25 സെപ്റ്റി ടാങ്കാണ്. 4 ബാത്റൂമൊക്കെ അത്യാവശ്യം മതിയാവും. കാരണം ഈ ഒരു മെഷർമെൻറ്റിലുള്ള സെപ്റ്റി ടാങ്ക് മാത്രമേ അവിടെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു സെപ്റ്റി ടാങ്ക് അവിടെ നിൽക്കില്ല. കാരണം അത് 80 സെൻറ്റിമീറ്ററേ ഉള്ളൂ അതിൻ്റെ മാക്സിമം വീതി എന്ന് പറയുന്നത്, ആ ഒരു ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിലൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊരു സോക്ക് പിറ്റാണ്. ഏകദേശം ഒരു 10 അടി താഴ്ചയുള്ള 10 റിങ്ങുകളാണ് വെച്ചിരിക്കുന്നത് സെപ്റ്റി ടാങ്കിന്. അപ്പോൾ നമ്മൾ സെപ്റ്റി ടാങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സെപ്റ്റി ടാങ്ക് കണക്ട് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഇത്തരത്തിൽ ഇത് കറക്റ്റ് മെഷർമെൻറ്റാണ്. അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഇത് നമുക്ക് ജസ്റ്റ് സെപ്റ്റി ടാങ്ക് നേരേക്ക് കയറ്റി വയ്ക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ അത് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സോൾവെൻറ്റ് തേക്കുക, ജസ്റ്റ് സെപ്റ്റി ടാങ്കിന് ഇങ്ങോട്ട് അതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും മാറിപ്പോയിരിക്കും. പ്രത്യേകം ഇത് നമ്മൾ അതിൻ്റെ മാൻഹോളിൻ്റെ കവർ ഇളക്കിയതിന് ശേഷം അതിനകത്തൊരു ബെൻഡുണ്ട്. ആ ബെൻഡ് ചിലപ്പോൾ ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് മാൻഹോളിൻ്റെ കവർ ഇളക്കിയതിന് ശേഷം നമുക്ക് ബെൻഡ് കൈകൊണ്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മറു സൈഡിൽ നിന്ന് തള്ളിയാൽ ഈസി ആയിട്ട് പൈപ്പ് അകത്തോട്ട് കയറുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ സെപ്റ്റി ടാങ്കിനുള്ളിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുക. വാട്ടർ ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ ഔട്ട്ലെറ്റിൽ കൂടെ വരുന്ന വിധത്തിലായിരിക്കണം വാട്ടർ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഇരുവശങ്ങളിലേക്കും പാറപ്പൊടി അല്ലെങ്കിൽ മണ്ണ് വലിയ കല്ലുകളില്ലാത്ത പൊടി മണ്ണുകൾ ഇറക്കുക. മണ്ണുകൾ ഇറക്കി നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അത് വെള്ളം നിറച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അതോടൊപ്പം തന്നെ നമുക്ക് ബാക്ടീരിയ ഫോം ചെയ്യുന്നതിലേക്കായിട്ട്, അതായത് ചാണകം അത്തരത്തിലുള്ള എന്തെങ്കിലും വിസർജ്യ സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ബാക്ടീരിയ കൂടുതൽ ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എളുപ്പത്തിൽ ഇതിൻ്റെ വർക്കിംഗ് ഇതായി കിട്ടും. അപ്പം നമുക്കത് നല്ലതായിരിക്കും. അതായത് ബാക്ടീരിയ പെട്ടെന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഇതാവും. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് സോക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷോർട്ട് ബെൻഡ് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൽ കൂടെ വെള്ളം മാത്രമേ സ്ലഡ്ജ് പോവില്ല. ഇത് വെള്ളം മാത്രമേ ഇതിലൊരു സോക്ക് ബില്ലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് ബെൻഡ് കൊടുത്തിട്ട് അവിടുന്ന് നേരെ സോക്ക് ബില്ലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ മണ്ണിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ഇടയിൽ നമ്മൾ വെട്ടി വരുന്നതിൻ്റെ സമയത്ത് പൈപ്പിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ തേയിലോ അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തതിന് ശേഷം നല്ല ഫില്ലിംഗ് മണ്ണാണെങ്കിൽ കോൺക്രീറ്റ് തന്നെ ചെയ്യുക. ഇത് വലിയ കട്ടിയുള്ള ഉറപ്പുള്ള മണ്ണുള്ളത് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉപയോഗിക്കുക. അതായത് പാക്കിങ് അടിയിൽ കട്ടികൾ എന്തെങ്കിലും പാക്കിങ് കൊടുക്കുക. അതിനുശേഷം മണ്ണ് ഇടയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങുക. അത് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം അകത്തോട്ട് ലോഡാവുന്ന സമയത്ത് മണ്ണ് ഇതിലേക്ക് ഇരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഏകദേശം ഇത് വെള്ളം ഫില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് 2 വശങ്ങളിലേക്കും നല്ല രീതിയിൽ തന്നെ മണ്ണ് ഫില്ല് ചെയ്യാം. അപ്പോൾ സെപ്റ്റി ടാങ്കിനുള്ളിലേക്ക് നമുക്കിപ്പോൾ ചാണകവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ടീരിയയുടെ പ്രോസസ്സിങ് എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്.
ഇനി നമുക്ക് സെപ്റ്റി ടാങ്കിൻ്റെ ഇരുവശങ്ങളിലേക്കും ഈ പാറപ്പൊടി അത്തരത്തിലുള്ള ചെറിയ മണ്ണ്, അതായത് തരികൾ, വലിയ തരികളില്ലാത്ത മണ്ണ് അങ്ങനെയുള്ളത് ഇരുവശങ്ങളിലേക്കും നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറച്ച് പാറപ്പൊടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാറപ്പൊടി ഇട്ടത്. പാറപ്പൊടി ഇല്ലാത്തവർക്ക് വലിയ കല്ലുകളില്ലാത്ത മണ്ണുകൾ ഇടാവുന്നതാണ്. മെയിൻ ഹോളിൻ്റെ അടിമട്ടത്തിന് മണ്ണ് വരുന്ന വിധത്തിലാണ് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യേണ്ടത്. മണ്ണ് ഫില്ല് ചെയ്ത് നമുക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാവൂ. മണ്ണ് ഉറച്ചതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് താഴോട്ട് പോകും. അത് പിന്നീട് പ്രശ്നമാകും. സെപ്റ്റി ടാങ്കിലേക്ക് കൂടുതൽ ലോഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു അവസാനം ലാസ്റ്റ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോൺക്രീറ്റ് ചെയ്യുക. കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലോർ ലെവലിനെക്കാട്ടി ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് സ്ലാബോ അല്ലെങ്കിൽ FRP സ്ലാബോ കവറുണ്ട്, മാൻഹോൾ കവറുണ്ട്, അത്തരത്തിൽ ഇടുക. അല്ലെങ്കിൽ നമുക്ക് സ്ലാബ് തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ സോക്ക് പിറ്റ് വരുന്നത്. സോക്ക് പിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് 45 ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടുന്ന് നേരെ ബെൻഡ് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് നേരെ വന്ന് 45 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് കട്ടറിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ റിങ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഒരടി, അതായത് 2 റിങ്ങിൻ്റെ രണ്ടാമത്തെ റിങ്ങിൻ്റെ അടിവശത്താണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് താഴ്ചയിലേക്ക് ഇത് പോയില്ല. നമുക്ക് മാക്സിമം പരമാവധി ഉയർത്തിയെടുത്ത് കൊണ്ടുവരാൻ സാധിച്ചു. ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസ് നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം. ഈ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക.